ആ വിമാനാപകടം സംബന്ധിച്ച് പുതുതായി എന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന് ഏതാണ്ട് 3 പേരൊഴികെ ബാക്കി എല്ലാവരും നല്ല കമൻസാണ് അതിനെ സംബന്ധിച്ച് എഴുതിയത്. അപ്പോൾ അതിൽ ഇത് പറയേണ്ട കാര്യം ഉണ്ടായിട്ട് ഞാൻ പറയുകയല്ല, എന്നാലും ഓരോരുത്തരുടെ പെരുമാറ്റത്തെക്കുറിച്ച് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. അതിനകത്ത് ഒരു ജേക്കബ് വറുഗീസ് എന്ന് ഞാൻ പറഞ്ഞ കളിയാക്കാനല്ല, VARU ആണ് അയാളുടെ പേര് ഉപയോഗിച്ചേക്കുന്നത്, വറുഗീസ് എന്നാണ്. ജേക്കബ് വറുഗീസ് എന്ന് പറയുന്ന ഒരു വറുഗീസ് എഴുതിയേക്കുന്ന ഒരു കാര്യം, ശ്രീ കമാൽ പാഷ ഒരു ജഡ്ജാണ്, യു ആർ നോട്ട് എ പേഴ്സൺ ടു മേക്ക് എനി സ്റ്റേറ്റ്മെൻറ്റ്സ്. ജഡ്ജായാണ്, അതുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ്സും പറയാൻ പാടില്ല എന്നാണ്. ഷട്ടപ്പ് ആൻഡ് മൈൻഡ് യുവർ ബിസിനസ്. തന്നെ വിളിക്കും, അന്നേരം വല്ലതും പറഞ്ഞാൽ മതി. താൻ ആരാടാ ഇത് പറയാൻ എന്നെനിക്ക് ചോദിക്കാം. പക്ഷേ ഞാൻ അങ്ങനെ ചോദിക്കുന്നില്ല. എൻ്റെ കാരണം എന്താണെന്നറിയോ? എൻ്റെ വാപ്പ ആളുകളോട് നന്നായിട്ട് പെരുമാറാനേ എനിക്ക് പഠിപ്പിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരു അച്ഛൻ എനിക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ബാക്കി ഞാൻ പറയുന്നില്ല, ഊഹിച്ചെടുത്തോണ്ടാൽ മതി. ഇനി അതുപോലെ തന്നെ സാധാരണ എതിര് പറയാറുള്ള സണ്ണി ജോസഫ് ആരും പറഞ്ഞിട്ടുണ്ട്, വിവരമില്ലായ്മ വിളിച്ചു പറയരുതെന്ന്. ഞാനത് എന്ത് വിവരമില്ലായ്മയെ പറഞ്ഞെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അത് സണ്ണി ജോസഫ് തന്നെത്താനിരുന്ന് ആലോചിച്ചോണ്ടാൽ മതി. പിന്നെ വേറൊരാൾ പറഞ്ഞാൽ അതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. പല തെണ്ടികളും പലതും പറയും. നമ്മളങ്ങനെ എല്ലാവരെയും നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പോൾ വഴിയവരി വരുന്നുണ്ട്, ചിലപ്പോൾ ഭിക്ഷക്കാർ നമ്മൾ ഭിക്ഷ കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ചീത്ത വിളിക്കും. നമ്മളതിന് പ്രതികരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്ന് പറഞ്ഞ പോലെ ഇതൊന്നും പ്രതികരണം അർഹിക്കുന്ന കാര്യങ്ങളല്ല, എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ പ്രേക്ഷകർ സത്യത്തിൽ എന്നെ ഇതിന് കുറ്റം പറയരുത്, ഇതിനെ പറയരുത് എന്നെല്ലാവരും പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഇത് പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ, എൻ്റെ അടുത്ത് ഈ പറഞ്ഞ് ഇതുപോലെ കണ്ടവരടുത്തെല്ലാം പറയും, നന്നാവുന്നെങ്കിൽ നന്നായിക്കോട്ടെ. അതിനുവേണ്ടിയാണ് ജേക്കബ് വറുഗീസെ ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി അതായത് ഞാൻ അതിൻ്റെ ആ റിപ്പോർട്ട്, AAIB കൊടുത്ത റിപ്പോർട്ട്, അതായത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മുഴുവൻ ഞാൻ വായിച്ചു, പഠിച്ചു നന്നായിട്ട്. അതുകൊണ്ട് വിവരമില്ലായ്മ എന്ന് പറയേണ്ട, അത് പഠിച്ചതിൻ്റെ അർത്ഥത്തിലാണ് ഇനി ഞാൻ പറയുന്നത്. സണ്ണി ജോസഫ് ശ്രദ്ധിക്കണം, വിവരമില്ലായ്മയാണോ ഇല്ലയോ എന്ന് നിങ്ങൾ ആലോചിച്ച് പറഞ്ഞാൽ മതി. ഞാൻ അതിൽ ഒരു വിവരമില്ലായ്മയും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അതിൽ നടന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. മാത്രമല്ല, വെറുതെ പൈലറ്റ്സിനെ മാത്രം സംശയിക്കരുത് എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞു. പക്ഷേ ഇതൊരു മാൻമെയ്ഡ് കലാമിറ്റി, അത് ആര് ചെയ്തതെന്നുള്ളതല്ല പ്രശ്നം, ആകാൻ ഒരുപാട് സാധ്യതകളുണ്ട് ആ റിപ്പോർട്ട് അനുസരിച്ച്. ആ റിപ്പോർട്ട് ശരിയാണോ അല്ലയോ എന്ന് ഇപ്പോൾ നമുക്ക് പറയാനൊക്കത്തില്ല. അതിൻ്റെ അന്തിമ അന്വേഷണ റിപ്പോർട്ട് വന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനകത്ത്, അതായത് ഈ ഫ്യൂവൽ പോകേണ്ട സ്വിച്ച്, അതായത് ഫ്യൂവൽ സ്വിച്ച്, ഈ എൻജിനിലേക്ക് ഫ്യൂവൽ കൊടുക്കേണ്ട ആ സ്വിച്ചുകൾ രണ്ടും ഓഫ് ചെയ്യപ്പെട്ടിരുന്നു. 1 സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലാണ് 2 സ്വിച്ചും. ആദ്യം ഒരു സ്വിച്ച്, പിന്നെ ആ അടുത്ത സെക്കൻഡിൽ ഒരു സ്വിച്ച്. കാരണം എന്താണെന്നറിയോ? ഒരാൾക്ക് ഒരു സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അടുത്ത സ്വിച്ച് ഓഫ് ചെയ്യണമെങ്കിൽ എങ്ങനെയായാലും 1 സെക്കൻഡ് എടുക്കും. ആ 1 സെക്കൻഡിൻ്റെ വ്യത്യാസം അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു മാൻമെയ്ഡ് കലാമിറ്റി ആകാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് ഇപ്പോഴും, അത് കാണുന്നു. ഈ റിപ്പോർട്ട് ശരിയാണ്, അതായത് ഇങ്ങനെ ഫ്യൂവൽ സ്വിച്ച് ഓഫ് ആയിരുന്നു എങ്കിൽ, അങ്ങനെ ആയിരുന്നുവെങ്കിൽ, ഇനി അതാകാനുള്ള സാധ്യത കൂടുതൽ കാണുന്നത് എന്താണെന്നറിയോ? ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇത് എന്തിനാ സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് ചോദിച്ചു. ഐ ഡിഡ് നോട്ട് ഡൂ ഇറ്റ് എന്ന്, ഞാൻ ചെയ്തില്ല എന്ന് അയാൾ മറുപടി പറയുന്നതും നമുക്ക് കേൾക്കാനിടയായിട്ടുണ്ട്. ഇതാണ് ഒരു കാര്യം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? എന്നിട്ട് പെട്ടെന്ന് ഈ സ്വിച്ചുകൾ രണ്ടും ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓണാക്കുന്നുണ്ട്. ഒരു സ്വിച്ച് ഓണാക്കി, അടുത്ത സ്വിച്ച് ഓണാക്കി. പക്ഷേ ഇത് ഓണാക്കിയാലുള്ള തകരാറെന്താ, കുഴപ്പം എന്തെന്നറിയോ? ഒരു 3 മിനിറ്റെങ്കിലും വേണം ഈ എൻജിൻ വീണ്ടും പ്രവർത്തിക്കാൻ. അതായത് നിന്നുപോയ എൻജിൻ, ഫ്യൂവലില്ലാതെ നിന്നുപോയ എൻജിൻ രണ്ടാമത് അത് ഫ്യൂവൽ അങ്ങോട്ട് ചെന്ന് പ്രവർത്തിക്കാൻ യഥാർത്ഥത്തിൽ ഏതാണ്ട് അത് ഫുൾ സ്വിങ്ങിൽ പ്രവർത്തിക്കാനായിട്ട് ഒരു 3 മിനിറ്റ് എങ്കിലും എടുക്കും. 2 മുതൽ 3 മിനിറ്റ് വരെ സമയമെടുക്കും. പക്ഷേ ആ 3 മിനിറ്റും 2 മിനിറ്റും ഒന്നും ദൈവം തരത്തില്ല മേളിൽ നിന്ന് താഴോട്ട് വീഴാൻ. ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം അതിങ്ങോട്ട് വലിച്ച് താഴോട്ടങ്ങിടും ഏത് സാധനവും. അതാണ് പ്രശ്നം. അപ്പോൾ ആ എൻജിൻ പ്രവർത്തിച്ച് തുടങ്ങിയില്ല എന്നുള്ളതാണ്. ഒരു എൻജിൻ പ്രവർത്തിക്കാൻ തുടങ്ങി, അതിൽ പ്രവർത്തിക്കുന്ന ലക്ഷണങ്ങൾ കാണിച്ചു, അതാണ്. പക്ഷേ അടുത്ത എൻജിൻ അനങ്ങിയില്ല, സെക്കൻഡ് എൻജിൻ. അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് ഈ എയർലൈൻ ഈ പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അവർ ഈ റിപ്പോർട്ട് തള്ളിക്കളയാണ്.
അവർ പറഞ്ഞു പൈലറ്റ്സിൻ്റെ മേളിൽ മാത്രം ഈ കുറ്റമായിട്ട് കൊണ്ടിടാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അതിന് നമുക്ക് ഉപോത്ബലകമായിട്ടുള്ള ഒരു കാര്യം അത് കാണിക്കാനുണ്ട്. അതായത് ഈ റാറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് കേട്ടോ. റാറ്റ് എന്ന് പറയുന്ന സിസ്റ്റം, അതായത് റാം എയർ ടർബൈൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. കാരണം ഈ വിമാനത്തിൽ യഥാർത്ഥത്തിൽ ഇലക്ട്രിസിറ്റി അങ്ങ് ഫെയിലായെന്നിരിക്കട്ടെ, ഇലക്ട്രിസിറ്റി മുഴുവനായിട്ട് ഫെയിലാവുന്നു വിമാനത്തിന്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിച്ചിട്ട് ഈ റാറ്റ് എന്ന് പറയുന്ന ഈ റാം എയർ ടർബൈൻ അത് ഈ റിയർ അതിലെ നമ്മുടെ വീലുകളുണ്ടല്ലോ അതിൻ്റെ കുറച്ച് മുമ്പിലായിട്ട് വരുന്നതാണ്. അത് ആ ബോട്ടത്തിൽ നിന്ന് നേരെ താഴ്ത്തിറങ്ങി എന്തെന്നറിയോ ചെയ്യുന്നത്, അത് എയർ കൊണ്ട് അത് പ്രവർത്തിക്കും. ആ ടർബൈൻ പ്രവർത്തിച്ച് കറണ്ട് ഉൽപ്പാദിപ്പിക്കും. അതിനു വേണ്ടിയാണ്, അതായത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. അതിനു വേണ്ടിയുള്ളൊരു മെക്കാനിസമാണത്. അത് ഈ ഇലക്ട്രിസിറ്റി ഒരു ഫെയിലിയർ വന്നാൽ മാത്രമേ ഇത് ഓട്ടോമാറ്റിക്കലി പ്രവർത്തിക്കുകയുള്ളൂ. പക്ഷേ ഈ വിമാനം പറന്നുയർന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഈ റാറ്റ് താഴെ വന്ന് പ്രവർത്തിക്കാനിടയായി. എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. അതിനെ സംബന്ധിച്ച് ഈ റിപ്പോർട്ടിൽ ഒരു എക്സ്പ്ലനേഷനും കാണുന്നില്ല. ഈ റാറ്റ് പ്രവർത്തിച്ച് എന്താണ് എന്നുള്ളത് എൻ്റെ എക്സ്പ്ലനേഷൻ ഇതിനകത്തില്ല. അത് അന്വേഷണത്തിൽ മനസ്സിലാവുള്ളൂ. കാരണം അപ്പോൾ അവിടെ അതിൽ ഇലക്ട്രിസിറ്റി ഫെയിലിയർ ഉണ്ടായി എന്നുള്ളതൊരു വസ്തുതയാണ്. ഇല്ലെങ്കിൽ ഈ ഓട്ടോമാറ്റിക് സിസ്റ്റം താഴേക്ക് വന്ന് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ആ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിന് എന്തെങ്കിലും കൂടെ തകരാറ് വന്നു എന്ന് വേണം പറയാൻ. എല്ലാ തകരാറുകളോടും ഇങ്ങനെ ഒന്നിച്ചു വരുമോ? കാരണം ഇതിൻ്റെ ഫ്യൂവൽ ഓഫ് ചെയ്തിരുന്നു, അത് അതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തു. ആ ഫ്യൂവൽ സ്വിച്ച് അബദ്ധത്തിലൊന്നും ചെന്ന് ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഒരാൾ മനഃപൂർവ്വം വിചാരിച്ചാലേ ഇത് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ചിലപ്പോൾ വേറൊരു കാര്യം കൊണ്ട് സംഭവിക്കാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബോർഡിൽ, അതായത് സോഫ്റ്റ്വെയർ ബോർഡുണ്ടല്ലോ, ആ ബോർഡിൽ തകരാറുണ്ടായാൽ ചിലപ്പോൾ ഈ സ്വിച്ച് തന്നെ ഓഫായതാണോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. എന്നാലും ഒന്നിനു പുറകെ ഒന്നായിട്ടാണ്. പക്ഷെ രണ്ടാമത് ഈ സ്വിച്ചുകൾ വീണ്ടും ഇട്ടു. അപ്പോൾ ആ സ്വിച്ചുകൾ പ്രവർത്തിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്. പക്ഷെ പ്രവർത്തിച്ചെങ്കിലും എൻജിൻ പ്രവർത്തിപ്പിക്കാൻ പറ്റിയില്ല. അതാണ് പ്രശ്നം വന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഈ രണ്ടും സാങ്കേതിക തകരാറാകാനും സാധ്യതയുണ്ട്. കാരണം ഈ റാറ്റ് പ്രവർത്തിച്ചു എന്തുകൊണ്ട്? അപ്പോൾ ഇലക്ട്രിസിറ്റി ഫെയിലിയർ വന്നാൽ പോലും ബാക്കി സിസ്റ്റത്തിനെല്ലാം ബാധിക്കും ഇത്. അപ്പോൾ അതുകൊണ്ടായിരിക്കുമല്ലോ ഈ റാറ്റ് വന്ന് പ്രവർത്തിക്കാനിടയായത്, താഴേക്ക് ഇറങ്ങി വന്നത്. അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ എന്തായാലും ഇതിലില്ല. അപ്പോൾ അത് ഇനി പുതുതായിട്ട് കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഒക്കുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പൈലറ്റ്സിനെ മാത്രം കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഈ വിമാനമുണ്ടല്ലോ, ഈ 180 നോട്ട്സ് വരെ അത് പിക്ക് ചെയ്തു. അതായത് ത്രസ്റ്റ് വന്നു, കയറിക്കഴിഞ്ഞാണ് അവിടോട്ട് കയറിയിട്ടാണ് ഏതാണ്ട് 625 അടി ചെല്ലുമ്പോഴാണ് ഇത് യഥാർത്ഥത്തിൽ ഈ സ്വിച്ച് ഓഫ് ആവുന്നത്. അത് ഓഫ് ആയേക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഓഫ് ആക്കിയതാണോ ഓഫ് ആയതാണോ എന്നറിയില്ല. ഓഫ് ആക്കിയതിൻ്റെ സംശയം കൊണ്ടാണല്ലോ ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ചോദിക്കുന്നത്, ഇതെന്തിനാണ് ഈ സ്വിച്ച് ഓഫ് ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓഫ് ഐ ഡിഡ് നോട്ട് ഡു ഇറ്റ് എന്നാണ് ആ മറ്റേ പൈലറ്റ് പറഞ്ഞത്. അത് ഏത് പൈലറ്റ് ആരോട്, ഇപ്പോൾ കോ പൈലറ്റിനോട് മെയിൻ പൈലറ്റ് ചോദിച്ചതാണോ അതോ കോ പൈലറ്റ് മെയിൻ പൈലറ്റിൻ്റെ അടുത്ത് ചോദിച്ചതാണോ എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമല്ല. ഇനി അതിൻ്റെ ശബ്ദം നോക്കിയാലേ അതറിയാൻ പറ്റുള്ളൂ. പിന്നെ ഈ ബ്ലാക്ക് ബോക്സ് അതിൽ നിന്ന് എടുത്തേക്കുന്ന ഈ വിവരങ്ങളൊക്കെ എടുത്തു വെച്ചേക്കുന്നതെന്ന് ഇവർ പറയുന്നു. നമുക്കതിനെക്കുറിച്ച് അറിയില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. ഇനി ഇത് യഥാർത്ഥത്തിൽ ബോയിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പ്രശ്നമാണ്. കാരണം അവരുടെ ഒരുപാട് എയർലൈൻസ് അവരുടെ എയർക്രാഫ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പ്രശ്നം, ഇതിൻ്റെ സാങ്കേതിക തകരാറാണെന്ന് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ബോയിങ് കമ്പനി ഏതാണ്ട് ചുരുട്ടി കെട്ടുന്ന പരുവത്തിലാവും. അങ്ങനൊരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ നമ്മൾ അതും കൂടെ മുൻകൂട്ടി കാണണം. അതുകൊണ്ടാണ് പൈലറ്റ്സ് അസോസിയേഷൻ പറയുന്നത്, ഈ പറഞ്ഞതുപോലെ പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പറയുന്നത് ഇത് പൈലറ്റുമാരുടെ, അവരെ തള്ളിക്കളഞ്ഞ റിപ്പോർട്ട്. അവർ പറഞ്ഞ് ഇത് ശരിയല്ല, ഇത് പൈലറ്റുമാരുടെ തലയിൽ കൊണ്ടിടാൻ പോകുന്ന ആവശ്യമില്ലാത്ത കാര്യം ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. ഇനി നമുക്കിതൊന്നും അതുകൊണ്ട് എന്താണെന്നറിയോ, ഇതിനകത്ത് എന്തൊക്കെയോ ഒരുപാട് ദുരൂഹതകളുണ്ട്.
വേറെ ആരും കോക്പിറ്റ് കയറിയതിൻ്റെ യാതൊരു തെളിവുമില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു ഒരു ആ പൈലറ്റുമാർ ആരെങ്കിലും കയറിയിരുന്നെങ്കിൽ അതിനകത്ത് നിർബന്ധമായിട്ടും ആ വോയിസ് റെക്കോർഡറിനകത്ത് അതും കണ്ടേനെ. അതൊന്നും വന്നതായിട്ട് ഇല്ല. പിന്നെ പറയും, ചിലർ പറയുന്നത് എന്താണെന്നറിയോ, ഇത് ആദ്യമേ ആരോ കയറി അട്ടിമറി നടത്തി ഓഫ് ചെയ്തിട്ടാണ് എന്ന് പോയതാ, എന്നിട്ട് ഫ്ലൈറ്റ് കിടന്നപ്പോൾ. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്താൽ ഈ 625 അടി വരെ ഈ വിമാനം പൊങ്ങത്തില്ല. ഇത് V1 പോയി, V1 കംപ്ലീറ്റ് ചെയ്തു. ആ V1 സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യാൻ 150 നോട്ട്സ് വേണം. അത് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു. അടുത്തതിന് 153, V1ൻ്റെ ലാസ്റ്റിന് 153 വേണം, അതും അറ്റൈൻ ചെയ്തു. അടുത്തതിലേക്ക് കയറിയത് 180 വരെ പോയി. അപ്പോൾ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ 150 നോട്ട്സ് ആക്കി അറ്റൈൻ ചെയ്യണമെങ്കിൽ ഫ്യൂവൽ അതുവരെ വേണം. അപ്പോൾ അന്നേരം വരെ ഉള്ള ഫ്യൂവൽ പിന്നില്ലാതായെങ്കിൽ അത് വേറെ ആരും കയറി അത് ഓഫ് ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒന്നുകിൽ സാങ്കേതിക തകരാറ് മൂലം ഇത് തന്നെ ഓഫ് ആവാൻ സാധ്യതയില്ല. അത് മാനുവലായിട്ടല്ലാതെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ പല പൈലറ്റ്സും പറയുന്ന അതാണ്. അതായത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റ്സ് പറയുന്നത് ഇതൊരിക്കലും അങ്ങനെ തന്നെ ഓഫ് ആവാൻ പറ്റത്തില്ല, സ്വിച്ച് തന്നെ. അത് മാത്രമല്ല, 2 സ്വിച്ചും പോയെന്നുള്ളതാണ്. ഇനി അത് അതിൻ്റെ മദർ ബോർഡിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് സംഭവിച്ചതാണോ അല്ലയോ എന്നുള്ളത് അറിയില്ല. അങ്ങനെ സംഭവിക്കാമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതായിട്ടിരിക്കുകയാണ്. അത് നോക്കണം, മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ഇതിപ്പോൾ പൈലറ്റ്സിനെ മാത്രം കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. കാരണം യഥാർത്ഥത്തിൽ ഒരു മാനുവലായിട്ട് ഇത് പറ്റുമെങ്കിൽ ഇവരിൽ രണ്ടിൽ ആരോ പേരായിരിക്കാം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആരാണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ആരോട് ചോദിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള എവിഡൻസ്, അതായത് ഇനി അവരുടെ വോയിസ് ടെസ്റ്റൊക്കെ നടത്തി എടുക്കണം. അത് അവരുടെ അഡ്മിറ്റഡ് വോയിസ് നേരത്തെ ഉള്ളത് എടുക്കണം. അതുമായിട്ട് ഇത് കമ്പയർ ചെയ്തിട്ട് ഇത് ആരുടെ ശബ്ദമാണ് എന്നൊക്കെ തിരിച്ചറിയേണ്ടതായിട്ടിരിക്കുകയാണ്. എങ്കിലേ അത് മാർഗമുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആരെന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് നമ്മളിപ്പോൾ പറയുന്നത് ശരിയല്ല, അങ്ങനെ പറയാനും പറ്റുന്നില്ല. പക്ഷേ അതിൻ്റെ കാരണം സാങ്കേതിക തകരാറും ഉണ്ടാവാം. കാരണം വൈദ്യുതി ബന്ധമില്ലാതായി പോയത് കൊണ്ടാണ്, എഞ്ചിനിലേക്കുള്ള വൈദ്യുതി പ്രവാഹവും ഇല്ലാതായി പോയത് കൊണ്ടാണ് ഈ റാറ്റ് വെളിയിലേക്ക് വന്ന് അത് ആ എയർ ടർബൈൻ, അതായത് വെളിയിലെ വായുവിൽ അത് എടുത്തിട്ട് വലിച്ച് കാറ്റെടുത്ത് കാറ്റിൽ പ്രവർത്തിക്കും. അത് അങ്ങനെ ആ ടർബൈൻ പ്രവർത്തിക്കും. അങ്ങനെ ഇടയായത് അതുകൊണ്ടായിരിക്കാനും സാധ്യതയുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. സാങ്കേതിക തകരാറും ചിലപ്പോൾ ആയിരിക്കാം, അല്ലെങ്കിൽ പൈലറ്റുമാരുടെ പിഴവും ആവാം. അല്ലാതെ വെളിയിൽ നിന്ന് വേറെ ആരും കയറി ഒരു അട്ടിമറി നടത്തിയതിൻ്റെ യാതൊരു എവിഡൻസും നമുക്ക് ഇതുവരില്ല. ഇനി പുതിയ അന്വേഷണത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് വരട്ടെ. അതുവരെ നമുക്കൊക്കെ ഈ രീതിയിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകാം. അതേ പറ്റുള്ളൂ.